ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്ഥിരം സ്പോട്ടായ ഒന്ന് നല്ല ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ കാലാവസ്ഥയൊക്കെ നല്ല സൂപ്പറാണ്. നല്ല മീനൊക്കെ നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. ഒന്ന് മീനിൻ്റെ ആക്ടിവിറ്റിയൊക്കെ തിരക്കടില്ല. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് അടിക്കേണ്ടതെന്ന്. ഇന്ന് ആളൊക്കെ പൊതുവെ കുറവിടെ. ഞാൻ അൾട്രാലൈറ്റ് ആട്ടോ ആദ്യം സെറ്റ് ചെയ്യാൻ പോണേ. വേറെ ചൂണ്ടൽ ഇപ്പം നമ്മളെ കയ്യിലില്ല. അപ്പോൾ അൾട്രാലൈറ്റും പിന്നെ വലിയ ചൂണ്ടൽ, 2 ചൂണ്ടൽ മതി. എന്നാൽ അത്യാവശ്യം ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു ചൂണ്ടൽ കാസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത ചൂണ്ടൽ അവിടെ വെള്ളത്തിൽ കിടന്നു, അങ്ങനെ അതല്ല അതിൻ്റെ മാർഗം. അത്യാവശ്യം ഇന്ന് മീനിൻ്റെ തിരുതൊക്കെ അവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന്. കുറച്ച് അപ്പുറത്ത് ഞാൻ തിരുത്തിനെ കണ്ടു, പക്ഷെ അവിടെ നമുക്ക് മീൻ പിടിക്കാൻ സാധ്യത കുറവാണ്. നല്ല വലിയ തത്തമ്മ ഫിഷൊക്കെ എന്നാ വലിപ്പം നല്ല സൂപ്പർ തത്തമ്മ ഫിഷ്. ഇതാണ് യഥാർത്ഥ തത്തമ്മ ഫിഷിൻ്റെ ഒരു ഏകദേശം ഒരു വലിപ്പം. ഇതിനും വലുതായതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ കിട്ടാൻ നല്ല പൊളിക്കും. വരും നമുക്ക് നോക്കാം. ഞാൻ കുബൂസ് ഇട്ട് കൊടുക്കണം. സാമൂലി ഇതൊരു പീസ് 2 കാസ്റ്റ് ചെയ്യാൻ പറ്റും. 2 കഷ്ണാക്കിയാലേ ഒരു ആൾക്കാരൊക്കെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭാഗ്യമുണ്ട് അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ സാധ്യതയുണ്ട് വലിയ മീൻ. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെ കേട്ടോ. ഒക്കെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ആയതുകൊണ്ടാണ് മീൻ അടിക്കുന്നത്. വേറെ ഇതേമാതിരി ചിറ്റിട്ട് കൊടുത്താൽ ചിലപ്പോൾ അടിക്കണം എന്നില്ല. അൾട്രാലൈറ്റാണ്, താങ്ങി പിടിക്കാൻ പറ്റുമറിയില്ല. ഏതായാലും നൂല് പിടിച്ച് പൊന്തിച്ചേണ്ടി കിട്ടുകയാണെങ്കിൽ. അത്യാവശ്യം തരക്കടില്ലാത്ത മീനിൻ്റെ ഒരു ഇതിന്ന് കാണുന്നുണ്ട് അവിടെ. തുടങ്ങാം. നല്ലോണം ലൂസാക്കി കൊടുക്കാം. നല്ല ചെറുമീനെ കിട്ടുകയാണെങ്കിലും സുഖം. കാരണം ജീവനത്തോടെ കോത്തിടാൻ ഞാൻ ശ്രമിക്കും. ഇവിടെ അടിയിലിട്ട് കൊടുത്താൽ എന്തായാലും ഇതടിക്കും. നമ്മുടെ ചെറിയ കോരമീനുണ്ട്, ഷഹൂർ പറയാം അറബിയിലേന്, അത് കിട്ടിയാലും മതി. നമ്മളെ ചെറിയ കൈച്ചൂണ്ടൊക്കെ ഇവിടെ അടിയിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മളിട്ട് കൊടുത്ത തീറ്റൻ്റെ അടുത്ത് അത്യാവശ്യം മീനൊക്കെ വന്നാണ്, പക്ഷേ ഒക്കത്തിനും പേടിയാണ്. ചെറുമീനുകൾ മാത്രമേ തിന്നാൻ നിൽക്കണുള്ളൂ. വലിയ മീനുകൾ തിന്നാൻ വന്നാറ്റേം കറി അടിക്കുന്നു. ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മീനാക്ക് ഇവിടെ. കൂടുതൽ തത്തമ്മ ഫിഷ് തന്നെയാണ് എന്നുള്ളത്. തിരുത്തൊക്കെ കിട്ടണമെങ്കിൽ ആ ഭാഗത്തോടെങ്കിലൊക്കെ ഇട്ടോക്കേണ്ടിയാണ്. നമ്മളെ ചൂണ്ടമെന്ന് ഏറെ പോയി കേട്ടോ. അപ്പം ആ ടൈം മുതലാക്കാനുള്ള മീനൊക്കെ വന്നാണ്. ഏറെ കഴിഞ്ഞോടുകൂടി എല്ലാ മീനിനും പേടി മാറി. നമ്മളെ ചൂണ്ടലിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്, ചെറുത് ഒരു കുഞ്ഞു വാവ അടിച്ചിട്ട്. കുഞ്ഞു വാവ നമുക്ക് ഇവിടെ ഇട്ട് ഏരാക്കി കൊടുക്കാമല്ലോ. കുഞ്ഞു വാവ അതാ വരുന്നത്. ഇതിനിട്ട് കൊടുത്താൽ ചിലപ്പോൾ വലിയ മീൻ ഇവിടെ വന്ന് താഴ്ന്നാണ് അടിച്ചോളും. ഒരു മീൻ അടിച്ചാൽ മതി. ആ കുബൂസ് മുഴുവൻ പോയി. അവിടെ ആ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് ബാക്കിയുള്ള വലിയ മീനൊക്കെ വന്ന് ഓലെ ഇഷ്ടം പോലെയുള്ള വിളയാടലാണ്. ധൈര്യമായി വിളിക്ക്. ഈ സാധനം ഒരു സിവലും ഒരു സ്നാപ്പും വെച്ചാണ് കേട്ടോ. അത് ജോയിൻ്റ് ചെയ്തതാണ്. നല്ല പവർഫുള്ളായിട്ടുള്ള സിവലും സ്നാപ്പാണ്. അത്യാവശ്യം നല്ല വലിയ മീനൊക്കെ അടിച്ചാലും കംപ്ലൈൻറ്റ് വരില്ല. ലോങ് കാസ്റ്റ് എറിഞ്ഞു നോക്കാൻ പോട്ടാണ്. ആ ഭാഗത്തേക്ക് മീൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീറ്റ ഇരക്കെ കോത്ത് സെറ്റായിന്. രണ്ട് നമ്പർ EM ഇട്ടാണ്ട് കയറിന്. അപ്പോൾ അതിനത്രയെല്ലാം ദൂരെ പോകുള്ളൂ. ഡ്രാഗ് നല്ലോണം ലൂസാക്കി കൊടുത്തണ. മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫൈറ്റുകളാണ്. രണ്ടിലും മീൻ അടിച്ചു കേട്ടോ. ചെറുമീനാണത്. അടിക്കച്ചപ്പോൾ 2 മീനുകൾ ഒരേ സമയം. നമ്മളെ സുഹൃത്തിനൊരു പോൾ റോഡിനൊരു നല്ലൊരു ഹരിതന ഈ തത്തമ്മ ഫിഷ് കിട്ടിട്ടോ.
നല്ല അത്യാവശ്യം നല്ല ഫൈറ്റ് ഉണ്ടായിന്. കോൾ റോഡ് മുതൽ കിട്ടുമ്പോൾ പറഞ്ഞാൽ പ്രത്യേക ഒരു ത്രില്ല. എന്നാൽ നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും. നല്ല സൂപ്പർ ക്വാളിറ്റി. ഏതായാലും പൊതുവെ പൊട്ടിച്ച് പോലാണ്. ഒരാൾ ഒറ്റക്കാണ് കൈകാര്യം ചെയ്യണമെന്ന് വെച്ചാൽ എന്തായാലും പൊട്ടും. ചെറുതായിട്ട് പൊസിഷൻ മാറ്റി കേട്ടോ. കാറ്റൊക്കെ തുടങ്ങി. ഇനി മീനെടുക്കാൻ സാധ്യതയുണ്ട്. മീൻ വരൽ തുടങ്ങിയാണ്. പക്ഷേ ആ മീൻ ക്ലാത്തി മീൻ എന്തോന്ന് തോന്നുന്നുണ്ട്. ഇതിനടിക്കൂല. ക്ലാത്തി ഏകദേശം നമ്മളെ ഈ ചെമ്മീനൊക്കെ ഇട്ടെടുത്താലേ വേഗം അടിക്കുള്ളൂ. വേറെ കുറേ തത്തമ്മ ഫിഷൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഏറ്റൊക്കെ പൊടിയും പൊട്ടും തിന്നാൻ വന്നതാണ്. കാറ്റിന് ഇങ്ങോട്ട് ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്. കോൾ റോഡിന് മീൻ കിട്ടും കേട്ടോ. ഇന്നത്തെ ദിവസം ഇയാളെ ദിവസം. നല്ല സൂപ്പർ മീൻ. شو اسمه هذا سمك؟ ابو قرن. ابو قرن. നല്ല വെയിലാണ് കേട്ടോ. കാലാവസ്ഥ ഇപ്പം നല്ല മീൻ കിട്ടുന്ന കാലാവസ്ഥയാണ്. വെള്ള ഇളക്കൊക്കെ വെച്ച് ഉഷാറായിട്ടാണ്. ആ ഭാഗത്ത് തിരുതിട്ടുണ്ട് പറഞ്ഞിട്ട് ഒരു കിംബദന്തി വരുന്നതാണ്. നമ്മൾ ചൂണ്ടൽ അങ്ങോട്ട് വെച്ചാണ് കേട്ടോ. ആ ഭാഗത്തേക്കൊക്കെ ഉണ്ട്. അടിക്ക് വയ്ക്കാരം. നല്ല ഉച്ചയാണ് കേട്ടോ. ഏതായാലും ഫിഷിങ് നിർത്താൻ പോവാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.